എൻ്റെ പേര് ബാലൻ CK എന്നാണ്. ഞാൻ എന്തായാലും ഈ ജനം TV വരെ ചാനൽ വന്നപ്പോൾ ഞങ്ങൾ ഈ പരിപാടിയെക്കുറിച്ച് എനിക്ക് നന്ദി പറയാനുണ്ട് ഏറ്റവും. അതുപോലെ തന്നെ ഞങ്ങൾ ആദിവാസി ഇടുക്കി ജില്ല പട്ടേക്കുടി ഭാഗത്താണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി കുട്ടികളുണ്ട്. ഇപ്പം പഠിപ്പിച്ച കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്, ഇനി കുട്ടികൾ വരാനുണ്ട്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പം 400 കുടുംബക്കാർ ഇപ്പോൾ അവിടെ താമസമുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആദിവാസികൾ താമസിക്കുന്നത് അന്നൊക്കെ കഞ്ഞിയും കപ്പ വെന്തപൊടിയോ ഒന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പം സർക്കാർ ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം ഭരിക്കുന്ന സർക്കാരാണ് തന്നെ അരി തരുന്നുണ്ട്. അതുപോലെ ഒത്തിരി സാധനം ഗോതമ്പ് ഇതൊക്കെ ഞാൻ തരുന്നുണ്ട്. അവർക്ക് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഇവിടെ വന്നൊരു ഇത്രയും ഒരു അവസരം തന്നതിലും നമ്മുടെ TV ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് മാലതി ബാലൻ. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇടുക്കി ജില്ല വണ്ണപ്പുറം പഞ്ചായത്ത് പട്ടേക്കുടി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഈ ആദ്യകാലം തൊട്ടുള്ള കലയാണിത്. ഞങ്ങളുടെ കാരണവന്മാരുടെ എൻ്റെ അമ്മ നല്ലൊരു കലാകാരിയായിരുന്നു. അമ്മയിൽ നിന്ന് ഞങ്ങൾക്ക് പകർന്നു തന്ന കലയാണ്. ഞാനിപ്പം ഈ കുട്ടികളെ 6 പേരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതെൻ്റെ അനിയത്തിയാണ്, ഇതെൻ്റെ ഭർത്താവാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഇവർ പിന്നെ അമ്മയുടെ കൂടെയും പഠിച്ചു. ഞാൻ വേറൊരു വലിയമ്മയുടെ കൂടെയാണ് കൂത്ത് പഠിച്ചത്. എൻ്റെ 12 വയസ്സിലാണ് ഞാൻ കൂത്ത് പഠിച്ചത്. ഞങ്ങൾ പിന്നെ കൂത്തിനെയൊന്നും പോകാതിരുന്ന് പിന്നെ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം തോന്നി കുട്ടികളെ പഠിപ്പിക്കണം. പല സ്ഥലങ്ങളിലും ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി. തിരുവനന്തപുരത്ത് പോയി, വയനാട്, അങ്ങനെ പിന്നെ ഇവിടെ നമ്മുടെ കാസർഗോഡ്, നമ്മളെ കോഴിക്കോട്, അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി. എനിക്ക് 5 അവാർഡ് അർഹതയായതാണ്. പിന്നെ ഞങ്ങളുടെ കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ണകയും മാതകയും കോവലിൻ്റെയാണ് കഥ. പിന്നെ പാരമ്പര്യമായ കലയാണ് കോവലൻ, കന്നകൈ, മാതകൈ. അവരിൽ നിന്നാണ് ഞങ്ങൾക്ക് ദേവലോകത്തു നിന്നാണ് ഈ കൂത്ത് കാരണവന്മാർക്ക് പകർന്നു കിട്ടി. കാരണവന്മാർ ഞങ്ങളെ ഈ കൂത്ത് പഠിപ്പിച്ചു. ഞങ്ങൾ പല സ്ഥലത്തിൽ പോകാനും പല ആൾക്കാരുമായിട്ട് ഇടപെടാനും പല 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 രീതിയിലും അങ്ങനെ 5 അവാർഡിന് അർഹതയായ ജനൻ TVയുടെ ഇടുക്കി നമ്മുടെ ഈ പിന്നെ ഡൽഹിയിൽ വരാനും ജനൻ TVയിൽ പിന്നെ വന്ന് അവതരിപ്പിക്കാൻ, ഈ നഗരത്തിൽ വന്ന് അവതരിപ്പിക്കാൻ എനിക്ക് അവസരം തന്നത് നമ്മുടെ പിന്നെ നവീല് സാറ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അവസരം തന്ന ഈ വേദി കയറാൻ അവസരം തന്ന കാഞ്ചിയാർ രാജസാറിനും അതുപോലെ തന്നെ കുമ്മിളിയിലെ അരുണിനും അതുപോലെ തന്നെ പാറയെ പപ്പനാവനും കൂടി ഞാൻ ഏറ്റവും നന്ദി അവർക്കാണ് പറയുന്നത്. ഈ വേദിയിൽ വന്ന് ഇപ്പോൾ ഈ ഡൽഹിയിൽ വേദിയിൽ ജനം TVയിൽ വന്ന് ഇപ്പോൾ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം തന്ന ഇവരാണ്. അവർക്ക് ഞാൻ എപ്പോഴും നന്ദിയും കടപ്പാടും 100 ആയുസ്സും ഉണ്ടാകട്ടെ എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് നമ്മുടെ ഈ നാടിന് എല്ലാവരും ഈ നമ്മുടെ ഡൽഹിയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഞാൻ നന്ദി നമസ്കാരം പറയുന്നു.